വിദ്യാഭ്യാസം ഇല്ലാത്തവൻ രാഷ്ട്രീയത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം താറുമാറാവും. ഈ LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിനും വിദ്യാഭ്യാസമില്ല. 20 UDF എടുക്കും. അതിൽ ആരും അംശമില്ല. അയാൾ പോയാലേ പാർട്ടി വന്നോളൂ, യാതൊരു അംശമില്ല. ഇന്ത്യ മുന്നണി വരാനോ ഒരു സാധ്യത വേണ്ടേ? വന്നാലേ പോരട്ടെ. പക്ഷെ അതുങ്ങളെ ഇപ്പൊ തന്നെ തല്ലുപിടിക്കുകയാണ്. അധീർ രഞ്ജൻ ചൗധരി മമതനെ പറഞ്ഞേക്കണ കേട്ടാ. മുന്നണിയൊന്നും ഇതിനും കുറച്ചുകൂടി മെച്ചമായിരിക്കും. നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ വരെ ഒരു തന്തയ്ക്ക് വിളിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാ? നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. നമ്മുടെ ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കാനാണ് സാധ്യത? UDF. എന്തുകൊണ്ടാ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമുക്ക് അറിയാമല്ലോ എന്താണെന്നൊക്കെ. ഇവരെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത ഇതിലാണ് പോകുന്നത്. ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആവണം, അതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഭരണം മാറുമെന്നാ? ഭരണം മാറും, തീർച്ചയായിട്ടും മാറും. 100% മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് എന്തെങ്കിലും പ്രയോജനം കാണുമോ? പ്രയോജനം കാണുണ്ടാവുമല്ലോ. അവർ വാക്ക് പറയുന്ന കാര്യങ്ങൾ വായിക്കും, അതാണ്. മറ്റവരങ്ങനെയല്ലോ. ഇപ്പോൾ ഈ ക്ഷേമനിധി പെൻഷൻ എന്നാണെങ്കിൽ എന്തോരം കിട്ടാനുണ്ട്, വിലം കിട്ടണ്ട, നമുക്ക് ഒന്നും കിട്ടണില്ലല്ലോ. അപ്പം പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഇപ്പോൾ സപ്ലൈക്കാരാണ് സാധനമില്ല, റേഷൻ കടയിലൊരു സാധനമില്ല. പിന്നെ ഇവർക്ക് കിട്ടുന്ന കാശും കൊണ്ട് ഇവർ ടൂർ അടിക്കുക, ഇതാണ് അവരെ എല്ലാ വിഷയം. ബാക്കിയുള്ളവർ നന്നാവോ മരിക്കുമോ എന്നൊന്നും അവർക്ക് പ്രശ്നമല്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ നന്നാവണം. ആ ഒന്നാമത്തെ കാര്യമുണ്ട്, ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവന് എല്ലാത്തിനും ഒരു വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ രാഷ്ട്രീയത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം താറുമാറാവും. ഈ LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിനും വിദ്യാഭ്യാസമില്ല. പറയുന്നത് കേട്ടാൽ മതിയല്ലോ, ഈ മണി പറയണ കേട്ടാൽ മതിയല്ലോ. എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഓരോരുത്തർ കാര്യങ്ങൾ വേണം. അങ്ങനെ പറയാൻ കൊള്ളുന്നതാണ് ഒരു വ്യക്തിക്ക്, ഒരു ജനങ്ങളെ നന്നാക്കാൻ ഇറങ്ങുമ്പോൾ ജനങ്ങളെ നന്നാക്കണം. അവർക്ക് പട്ടിണി കൂടാണ്ട് ജീവിച്ചു പോകണം. അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കണം നന്നാക്കണം. ഇവിടെ പേര് കഴിഞ്ഞാൽ ഈ വക തോന്നിയ ദിവസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് പറ്റില്ല, അവർ ഇറങ്ങിപ്പോവും. അവർക്ക് പറ്റില്ലാത്ത പണിയാണെങ്കിൽ അവർ ഇറങ്ങിപ്പോവും. ഇവരങ്ങനെ കടിച്ചു കിടക്കുക. ഈ കേസുകൾ ഇനി മരണമുള്ളൂ. ഇവർ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സംഗതി ആകെ മാറി പറയും. ഇയാൾ ജയിലിൽ കയറും. ഇയാൾ ജയിലിൽ കയറുന്ന ആൾക്കാർ ആരും ഉറപ്പാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഡിഗ്രി പണം കൊണ്ട് ഇയാൾ കൊണ്ട് അങ്ങ് മറിക്കണം. ഏക്കാൻ നോക്കാനുള്ള കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ കിട്ടുന്നത്, കോടിക്കണക്കിന് രൂപ. ഒരാൾ ചോദിക്കും വാങ്ങ് കൊടുക്കും. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ഈ രാവിലെ കേസ് എന്തോരം കാലങ്ങളിൽ നീണ്ടുപോയി. ഇത് നീണ്ടുന്ന കാര്യമുണ്ട്. നമ്മുടെ ഒരു നിസ്സാര കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ജയിലിൽ കൊണ്ടുപോയിടുക. ഇവരെ നമുക്ക് അത് ചെയ്യണ്ടോ? ചെയ്യണല്ലോ. എന്തുകൊണ്ടാണ്? പണത്തിൻ്റെ മുകളിൽ പരുന്നും മറക്കില്ലെന്ന് പറഞ്ഞത് അത് ശരിയാണ്. ഇനിയുണ്ടെങ്കിൽ കറക്റ്റ് ഇയാൾ 5 കൊല്ലത്തെ ഭരണം നല്ല സൂപ്പർ ഭരണമായിരുന്നു, അത് ഞാനും പറയാം. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞ് ആൾക്കാർ കൊടുത്തു. ഈ കൊടുത്തെന്ന് പറയാൻ കാരണം ഈ അരി ധാന്യ സാധനങ്ങൾ കൊടുത്തത് അരമണ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത സാധനമാണ്. ആണ് ഇങ്ങേര് ഉണ്ടാക്കി കൊടുത്തതല്ല. പിന്നെ ഇങ്ങേര് കൊടുത്തെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊടുക്കുമല്ലോ, ഒരു ചെറിയ കാശ് കൊടുത്തു. ഇപ്പം നേരെ കാശ് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. നേരെ ഒരു ഗവൺമെൻറ് ജോലി ഉള്ളവൻ പോലും ഇപ്പോൾ ഈ കേടെ വെറുക്കുക. ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞ് അവർ രാവിലെ മുതൽ വൈകിട്ട് 5 മണി പറഞ്ഞെങ്കിൽ അവർക്ക് കാശില്ല. പിന്നെ അവർ വെറുക്കാണ്ടിരിക്കണം. ഇവരുടെ പാർട്ടിക്കാർ തന്നെ പറയണത്. ഇവരുടെ പാർട്ടിക്കാർ തന്നെയാണ് ഇപ്രാവശ്യം അവരെ തോപ്പിക്കുകയുള്ളൂ. അതിൽ യാതൊരു അംശമില്ല. ഇവരുടെ പാർട്ടിക്കാർ തന്നെയാണ് ആൾ തോപ്പിക്കുകയുള്ളൂ. അത് 100% അവർ പോക്കാം. അത് നമ്മൾ പുറമേ നമുക്ക് കേൾക്കാമല്ലോ. വ്യക്തികളായിട്ടും പറയാൻ പറ്റില്ല. ആൾക്കാർക്ക് പലരും പറയണതാണ് ഇങ്ങനെ. അവർ തന്നെ പറയണതാണ്, ഞങ്ങൾ ഒരു വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. വോട്ട് ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും ചോദിക്കേണ്ടത് ഞങ്ങൾ നിങ്ങൾ സാഹചര്യം എന്ത് ചോദിച്ചാൽ ഒന്നും ചെയ്യില്ല. അതിനോട് മറുപടി നിങ്ങൾ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടാണ് ആൾക്കാർ വെറുത്തിരിക്കുന്നത്. വിക്രമാശാലും അവർക്ക് രക്ഷയില്ല. 20 UDF എടുക്കും. അതിൽ ആരും അംശമില്ല. കാരണം അവർക്ക് ഇപ്പോൾ ഓരോ സുഖമില്ലാത്തവർക്കും കാശ് കൊടുക്കണം. അത് കൊടുക്കണമല്ലോ. ഇത് ദൂരത്ത് വയ്ക്കാൻ അങ്ങനെ കാശുണ്ടല്ലോ, ഇതിന് കാശില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവർക്ക് കാരണം പറയണം. ഇതൊക്കെ എല്ലാവർക്കും അവർക്ക് പാർട്ടിക്കാർക്കും എല്ലാവരും അറിയാം. വളരെ മിണ്ടില്ലാത്തതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഭരണാരെ ഇറങ്ങി അയാൾ പോയാലേ പാർട്ടി വന്നോളൂ, യാതൊരു അംശമില്ല. അയാൾ പോയാലേ പാർട്ടി വന്നോളൂ. എല്ലാ പ്രസ്ഥാനവും പോയി. ഞാൻ ലോട്ടറി എടുത്തവനാണ്. ലോട്ടറി പ്രസ്ഥാനം പൊടിഞ്ഞു. ഞാൻ 10,800 രൂപ എനിക്ക് ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്ന. ഇപ്പോൾ എനിക്ക് കയ്യിൽ ലാഭം കൂടി പോവുക. 60 ടിക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ കിട്ടും. അതിൽ 10 ബാക്കി വന്നു കഴിഞ്ഞാൽ കാശ് പോയി. നമ്മൾ പണം കഴിഞ്ഞാൽ വരുന്നത് ഇതേപോലെ ഒരു കള്ള ഭരണം ഇയാൾ. ആരും ഒന്നും എന്തോ പറയാം, എനിക്കൊരു പ്രശ്നമുള്ളൂ. ഉള്ള കാര്യങ്ങളാണ്, നമ്മളില്ലാത്ത കാര്യങ്ങളല്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. എല്ലാവരും പെണ്ണുങ്ങൾ വരെ, നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ വരെ ഒരു തന്തയ്ക്ക് വിളിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്തയ്ക്കൊന്നും ഞാൻ വിളിക്കുന്നില്ല. ആ സ്ത്രീകൾ വരെ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ചെറിയ ഈ
ഇപ്പം പെൻഷൻ കൊടുക്കുന്ന 6 മാസമായി 7 മാസം അതൊക്കെ കൂടി ഒന്നിന് 1200 രൂപയുടെ സംഭവമുള്ളൂ. അത് എല്ലാ മാസവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരുന്നേ ഉള്ളൂ. അതുപോലും കൊടുക്കാനും പറ്റാത്ത രീതിയിൽ ഇപ്പം ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചത്, ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ പത്രത്തിൽ കാണുന്ന ഈ കുറേ ആളുകൾ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് 65 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർമെൻറ്റ് കിട്ടും. അതായത് റിട്ടയർമെൻറ്റ് പോകുമ്പോൾ നമുക്കതിനനുസരിച്ചുള്ള സാലറി എനിക്ക് കിട്ടണം. ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് സാലറി കിട്ടിയേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. 1 വർഷം കൊണ്ട് കൂട്ടാം. അങ്ങനെയാണോ ശരി? അതാണോ ശരി? എന്താണോ? എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനൊന്നുമില്ല. പിന്നെ വേറെ എന്താണ്? അത് ശരി, ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? കുട്ടി പറയൂ. ശരിയാണ്. അപ്പം നമ്മൾ ജീവിച്ചു പോവാ. ഞാൻ പ്ലംബറാട്ടോ. ഞാൻ ജോലി ചെയ്തു. ഇന്ന് ജോലി ചെയ്ത് തന്നെ എനിക്ക് 1200 കിട്ടും. ഇതുണ്ടോ? ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, സ്മോൾ അടിച്ചിട്ടുണ്ട്. അത് ഇത് കിട്ടുന്ന എന്തെന്നാ? എനിക്കൊരു കമ്മീഷൻ കിട്ടി പ്ലംബിങ്ങിൻ്റെ കമ്മീഷൻ കിട്ടി. അത് 1000 രൂപ ഉണ്ട്. വേണ്ട 500 രൂപ സ്മോൾ അടിച്ചു. 500 സ്മോൾ അടിച്ചു. ലോട്ടറി ടിക്കറ്റും അടിച്ചു, വാങ്ങിച്ചു. സെറ്റ്. നാളെ അടിക്കും. നാളത്തെ ഭാഗ്യവാൻ. ശംഭു മഹാദേവ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നേക്കാം. ശരി. ഓക്കെ, ബൈ. ആര് ജയിക്കാനാ സാധ്യത കൂടുതൽ? ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണി വന്നാൽ നമുക്ക് എന്തൊക്കെയായിരിക്കും പ്രയോജനം? ചോദിച്ചാൽ അവർ വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും ഭരണത്തിൽ വരുമോ? ഇല്ല. എന്തുകൊണ്ട്? ഉറപ്പായിട്ടും വരില്ല. അതല്ലേ കാണിച്ചിരിക്കുന്നത്. എന്തുണ്ടായിരിക്കും? എന്തുകൊണ്ടാ? ഭരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഗ്യാസ്, പെട്രോൾ എല്ലാത്തിനും വില കൂടുതലല്ലേ, അതുകൊണ്ടാണ്. ആരായിരിക്കും അപ്പോൾ ഈ തവണ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നത്? ഭരണം ഏറ്റെടുക്കണം രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഉറപ്പാണോ? ഒരു ദിവസം കൂടി. പിണറായി വിജയൻ നാട് കടന്നു പോയിട്ട് തിരിച്ചെത്തി. ഇനിയും ആ ഒരു ഭരണം നല്ലതായിരിക്കുമോ പിണറായിയുടെ? എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഇതുവരെ പിണറായിയുടെ ഭരണം എങ്ങനെയുണ്ട്? ഇതുവരെ ചില ബാധകൾക്കുണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല. ചില ബാധകൾ മാത്രമേ ഉള്ളൂ, അതർവൈസ് ഓക്കെയാണ്. ആണ്. ഉറപ്പാ? എന്തുകൊണ്ടാ അത്? അല്ല, പിണറായിയുടെ ഭരണം പെൻഷനൊക്കെ പ്രായമുള്ളവർക്ക് പെൻഷനൊക്കെ നല്ല രീതിയിൽ കൊടുക്കണല്ലേ, അവർക്ക് അതൊക്കെ സഹായമല്ലേ, അതൊക്കെ തന്നെ. പക്ഷെ അങ്ങനെ അല്ലാന്നും പറയുന്നുണ്ടല്ലോ, പിണറായി ഭരണം കൊള്ളില്ല എന്നും പറയുന്നുണ്ടല്ലോ. കൊള്ളില്ലാന്ന് പറയണ്ട, പലരും പല അഭിപ്രായമുള്ള. നമ്മുടെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി ഭരണത്തിൽ വരുമോ? മോദി വരാനാണ് സാധ്യത. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രചാരണം ഇന്നും കൂടി അയാൾ പ്രചാരണം ഒരു 5-ാമത്തെ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അത് അസ്തമിച്ച് എന്നാണ് എനിക്ക് തോന്നണത്. എന്നുവെച്ചാൽ മോദി തന്നെ വരുള്ളൂ, അത്രയും കാശ് മുടക്കണ്ട അവർ. മോദി വന്നാലുള്ള പ്രയോജനം എന്തായിരിക്കും? പ്രയോജനം സാധാരണക്കാർക്ക്, നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഒന്നുമില്ല. അവർ പണക്കാർ തന്നെ നന്നാവും. പണക്കാർ തന്നെ പിന്നെയും പണം ഉണ്ടാക്കും. അപ്പോൾ മോദിനെ മാറ്റണമെന്ന് ഒരു മുന്നണി ഉണ്ടല്ലോ പുതിയത്, അവർക്കിടെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടക്കാത്ത ലക്ഷണം കാണണം. ഇന്ന് വൈകുന്നേരത്തെ വാർത്തയും കൂടി കേട്ടിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിയത്. ലാസ്റ്റാണല്ലോ ഇന്ന്. ഇന്ത്യ മുന്നണിയാണ് ഭരണത്തിൽ മേ ബി വരുന്നെങ്കിലോ? ഇന്ത്യ മുന്നണി വരാനോ ഒരു സാധ്യത വേണ്ടേ? വന്നാലേ വരട്ടെ. പക്ഷേ അതുങ്ങളെ ഇപ്പം തന്നെ തല്ലുപിടിക്കുകയാണ്. അധീർ രഞ്ജൻ ചൗധരി മമതനെ പറഞ്ഞേക്കണ കേട്ടാ. ഇതിലുള്ള ആൾക്കാർ തന്നെയാണ്. മമത മാറി നിൽക്കുകയാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അധീർ രഞ്ജൻ ചൗധരിന് മനസ്സിലായ ആരാണ്? അതറിയാൻ പാടില്ലേ? ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ നേതാവാണ്. ലോക്സഭയിലെ അയാൾ അവിടെ നിന്നാണ് ജയിച്ചേക്കണത്, പശ്ചിമ ബംഗാളിൽ നിന്ന്. അവിടെ അയാൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ
BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് തയ്ക്കുക. അതിന് നടപടി വേണമെന്നാണ് പറയണത്. ഇതൊക്കെ നാളെ പേപ്പറിൽ വരുവാ. നമ്മുടെ പിണറായി നാട് വിട്ടിട്ട് തിരിച്ചെത്തി. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അതൊക്കെ ഓരോ കാലം, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും പിണറായിയുടെ ഭരണം എങ്ങനെയായിരിക്കും? പിണറായിയുടെ ഭരണം വലിയ കുഴപ്പമില്ല, അങ്ങനെ പോകണം. ഞാനെല്ലാം കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പിണറായിയുടെ ഭരണം വലിയ കുഴപ്പമില്ലാണ്ട് വേണം. പക്ഷേ ഇന്ന് ബോംബുണ്ടാക്കിയ ആൾക്കാരാ 2 പേര് സ്മാരകം പണിയാൻ പോണ ഉദ്ഘാടനത്തിനായിട്ട് മറ്റന്നാ ഇയാൾ വരും. അപ്പോൾ ഈ എതിരാളികളെ നേരിടാനായിട്ട് BJP ആയിക്കോട്ടെ RSS ആയിക്കോട്ടെ, എതിരാളിനെ നേരിടാനായിട്ട് ബോംബുണ്ടാക്കിയാണ്. 2 പേര് ചത്തിട്ട് അവരന്ന് പറഞ്ഞത് 4-5 കൊല്ലത്തിന് മുമ്പാണ് പറഞ്ഞത് ഇത് ഞങ്ങൾ തള്ളിപ്പറയണമെന്ന്, അതായത് ഞങ്ങൾ സ്വീകരിക്കൂലെന്ന്. പക്ഷേ ഇതേ ഇന്ന് അവർക്ക് സ്മാരകം പണിയാനായിട്ട് ആയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടോ? ഇല്ലെന്നുള്ള പൊതുവെയുള്ള ഇപ്പോൾ അഭിപ്രായം. എന്തായിരിക്കും മോദി വന്നാലുള്ള പ്രയോജനം? മോഡി എന്ന് പറഞ്ഞാൽ അയാളിപ്പോൾ പല ഇതും ജനങ്ങൾക്ക് ഗുണമുണ്ടെന്ന് പറയുകയും ചെയ്യേണ്ട, പക്ഷേ ദോഷവും ഉണ്ടെന്നാണ്. ഇന്ത്യ മുന്നണി വന്നാലോ? ഇന്ത്യ മുന്നണി വന്ന് ഇതിനും കുറച്ചുകൂടി മെച്ചമായിരിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒന്നാമത് ഈ വൈരാഗ്യ ബുദ്ധിയും വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ദോഷം ചെയ്യണ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ട് പറയുമ്പോൾ നല്ല ഇത് ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ കുറച്ച് മയമുള്ള ഒരു ഇതായിരിക്കും എന്നുള്ള അഭിപ്രായം. ഭയമായിരിക്കുമല്ലോ ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇതേപോലെ ഈ വൈരാഗ്യത്തോടെയുള്ള മറ്റുള്ള പ്രതിപക്ഷ പാർട്ടിനോടൊക്കെ കാണിക്കണ പോലുള്ള ഇതൊന്നും അവർ കാണിക്കില്ല. ഇയാളതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം, ഏകാധിപത്യം പോലുള്ള ഒരു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനോട് ഇപ്പോൾ ഒരു പൊതുവെ ഒരു അഭിപ്രായം ഇല്ല. നമ്മുടെ പിണറായി നാട് വിട്ടിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. പുള്ളിക്കാരനെ കുറിച്ച് എന്താ അഭിപ്രായം? പുള്ളിക്കാരും ഇപ്പോൾ ഇതേപോലൊക്കെ തന്നെയുള്ള അവസ്ഥ പറയാണ്ടിരിക്കണേ, അതും നല്ല അങ്ങനെ. ഇനി പിണറായിയുടെ ഭരണം എങ്ങനെയായിരിക്കും? ഇനി ഇതേപോലൊക്കെ തന്നെ അങ്ങോട്ട് പോകണം. 2.5 കൊല്ലം 2 കൊല്ലം 2 കൊല്ലം ഇപ്പം തന്നെ പെൻഷൻ പോലും കൊടുക്കണല്ലോ നേരെ ചൊവ്വേ. അപ്പോൾ ഇതേപോലൊക്കെ തന്നെ അങ്ങോട്ട് പുള്ളി എത്രയും മാറിയാൽ മതി. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി ഭരണത്തിൽ വരുമോ? മോദി ഭരണത്തിൽ വരാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അറിയണ്ട, കർഷക സമരവും കാര്യങ്ങളും, മൊത്തത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. വിദേശ കാര്യങ്ങളിൽ മാത്രം നോക്കിയാൽ പോരല്ല, ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യണ്ടേ. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പിന്നെ അതുകൂടാണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ, അതൊക്കെ തരണം ചെയ്യാൻ മോദിക്ക് പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ആരായിരിക്കും ഭരണത്തിൽ വരാൻ പോകുന്നത് ഇപ്രാവശ്യം? അതിപ്പോൾ ഇന്ത്യ മുന്നണി വരാൻ സാധിക്കും. ഇന്ത്യ മുന്നണി വന്നാൽ എന്തൊക്കെയായിരിക്കും നേട്ടങ്ങൾ? ഇന്ത്യ മുന്നണി വന്നാലും തല്ലുകൊടുത്തും തന്നെ നമുക്ക് പ്രത്യേകിച്ച് നേട്ടം അതും പറഞ്ഞ പോലെ കുറേ ആൾക്കാർ അഴിമതിക്കാർ കൂടിയ ഒരു സംഘടനയാണ്, എല്ലാം കൂടിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത്. ഒരു ചേഞ്ച് തന്നെ നല്ലതാണ്, പക്ഷെ അത് എത്രത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എത്രത്തോളം അത് നല്ലതായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പിണറായി നാട് വിട്ടിട്ട് തിരിച്ചെത്തി. ഇന്ന് പിണറായി നാട് വിടേണ്ട കാര്യമില്ല. പിണറായിക്ക് നാട് വിടേണ്ട കാര്യം എന്തിരിക്കും? അങ്ങനെയാണല്ലോ പൊതുവെ ഉള്ള ഭരണത്തിലിരിക്കുന്ന ഒരാളല്ലേ പിണറായി. പിന്നെ പിണറായിക്ക് നാട് വിടേണ്ട കാര്യമില്ല. 10 കൊല്ലം ഭരിക്കുന്ന ഒരാൾക്ക് ചെറിയൊരു റെസ്റ്റ് വേണമെന്ന് തോന്നിയത് അങ്ങനെ അത്ര സ്വകാര്യമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അത് ഗവൺമെന്റിനെയൊക്കെ അറിയിച്ചിട്ടുള്ള പോക്കല്ലേ. പിണറായിയുടെ ഭരണം ഇനിയും നല്ലതാകുമായിരിക്കും. പിണറായിയുടെ ഭരണം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ കേരളത്തിൽ സംബന്ധിച്ചാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഭരണം നല്ലതാണ്. ഭരണം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. അത്രയുണ്ട്. തമ്മിൽ ഭേദം തൊമ്മൻ പറഞ്ഞ പോലെ. UDF വന്നാൽ അതിനേലും കഷ്ടമാണ്. അത് വേറെ കാര്യം. UDF എന്ന് വെച്ചാൽ അഴിമതിയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ്. ചോദിക്കാനും പറയാൻ ആരുമില്ലാത്ത രീതിയിൽ കുത്തഴിഞ്ഞൊരു ഇതാണ് UDF. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്? ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നത്. നമ്മുടെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കാനാണ് സാധ്യത? ഒന്നും പറയാൻ പറ്റില്ല അവസ്ഥ. ഇപ്പോൾ എന്നാലും
ഒരു ഉദ്ദേശം? 90% കോൺഗ്രസ് കൊണ്ടുപോകുന്ന സംശയമുണ്ട്. കോൺഗ്രസ് വന്നാലുള്ള പ്രത്യേകത എന്തായിരിക്കും? പ്രത്യേകം അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഒരു കാര്യമില്ല. ഭംഗിയായിട്ട് ഭരിച്ചു പോയാൽ മതി. അത് മതി. ആൾക്ക് ആ ബുദ്ധിമുട്ടില്ലാതെ പോയാൽ മതി. നമ്മുടെ പിണറായി ഭരണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പിണറായി കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഭരണം നല്ലതാണ്. തിരക്കില്ല, ഭരണം തിരക്കില്ല. നിങ്ങളൊക്കെ അവരെ പാടായി. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാ? നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. നല്ല ഭരണമായിരുന്നു ഇതുവരെ. അതെ. ഇന്ത്യ മുന്നണിയുടെ വന്നിട്ടില്ലല്ലോ. വന്നാലും ഏകദേശം അതിനു മുമ്പ് ഒരു അതിൻ്റെ ഭാഗമായിട്ട് ഭരിച്ചവരാണെങ്കിൽ തന്നെ അവർ നേരെ രീതിയിലല്ല പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ മോദി വന്നെങ്കിൽ ഒരുവിധം ലോക രാജ്യങ്ങൾ ഇന്ത്യ രാഷ്ട്രത്തിന് അറിഞ്ഞു തുടങ്ങി. മോദി തന്നെ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മോദി തന്നെ വരണം. ഓക്കെ. നമ്മുടെ പിണറായി ഒരു പ്രശ്നത്തിന് നാട് വിട്ടതിന് ശേഷം തിരിച്ച് വന്നിട്ടുണ്ട്, നാട്ടിലെത്തി. അതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? ഇതൊക്കെ ഓരോ രാഷ്ട്രീയക്കാരുടെ ഇതല്ലേ, അവരുടെയൊക്കെ ഇതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. അത്രയോട് പറയാനുള്ളത്. മോദിയുടെ ഭരണത്തിനെ കുറിച്ച്, പിണറായിയുടെ ഭരണത്തിനെ കുറിച്ച് താല്പര്യമില്ലാത്ത പറഞ്ഞു. എന്തുകൊണ്ടാ? അതറിയാലോ കാര്യങ്ങളൊക്കെ പോണത്. ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഇതിലല്ലേ പോയിക്കൊണ്ടിരിക്കും. അത് തന്നെ കാര്യം. താല്പര്യമില്ല നമുക്ക്. ഓക്കെ.